കൂടും തേടി എന്ന സിനിമ എം.ഡി. രാജേന്ദ്രനൊത്ത് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഒരു സിനിമയാണ്. പോൾ ബാബു എന്ന് പറഞ്ഞ ഭരതന്റെ ശിഷ്യനായിരുന്നു അതിന്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്ന PC ശ്രീറാം എന്ന് പറഞ്ഞൊരു ഛായാഗ്രാഹകൻ. അദ്ദേഹം പിന്നീട് മണിരത്നത്തിന്റെ അലൈപ്പായുധ പോലെയുള്ള ഒരുപാട് സിനിമകളിൽ ക്യാമറ ചെയ്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തനായി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു കൂടും തേടി. ഇപ്പൊ വാചാലം നിന്മൗനം എന്നുള്ള പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ പാട്ട് അദ്ദേഹം വിഷ്വൽ ചെയ്തതൊക്കെ വളരെ രസകരമായിട്ടാണ്. ഈ പാട്ട് തുടക്കം ഇളയരാജ ചെയ്യുന്ന പോലത്തെ ഒരു പാട്ട് വേണം, അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ശരിയാണ്, ശരി. ഞാനും ഉണ്ട്. M.D. രാജനൊക്കെയുള്ള സന്ദർഭത്തിലാണ് ഇവർ വന്നിട്ട് പറയുന്നത്, സാറേ ഇളയരാജയെ പോലെ ഞങ്ങൾക്ക് 2 പാട്ട് വേണം. ഇളയരാജയുടെ അടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു തരുമല്ലോ, എന്തിനാ എന്നെ പിടിച്ചില്ല? അയ്യോ ഇളയരാജ ഭയങ്കര ബിസിയാണ്, പിന്നെ വെരി കോസ്റ്റ്ലി. അവരെ നിരുത്സാഹപ്പെടുത്തിയില്ല. എൻ്റെ സാധാരണ പാട്ടുകളൊക്കെ ഒരുതരം ഒഴുക്കൻ പാട്ടുകളാണ്. ഇങ്ങനെ ചടുലമായ താളമുള്ള പാട്ടുകൾ വളരെ വിരളമാണ്. സാർ കൂടുതലും അക്വസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇളയരാജയുടെ ശൈലി. ഈ പാട്ടില് വാചാലം എന്നുള്ള പാട്ടിൽ അത് കൂടുതലായിട്ട് ഞാൻ ഉൾപ്പെടുത്തി. അപ്പൊ ആ സമയത്ത് ഞാൻ MDയോട് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വേണം, ദം അം തന്നാന അം തന്നാന അം, ഇങ്ങനെ 3 അം വേണം. ഞാൻ ട്യൂൺ കൊടുത്തു, വാചാലം നെന്മൗനവും എന്മൗനവും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ M.D. രാജേന്ദ്രൻ്റെ അപാര കഴിവ് കൊണ്ടാണ് ആ പാട്ടിന് ഇത്രയും ഒരു ഗ്രിപ്പ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം ശിവമണിയെ കൊണ്ട് ഞാൻ എൻ്റെ പെർക്കഷൻ ഇടിയിച്ചു. റഹ്മാൻ വാസ് പ്ലേയിങ് ദ കീബോർഡ് ഫോർ ദാറ്റ്. വെരി സിമ്പിൾ ഫീറ്റ്. റഹ്മാൻ അന്ന് വെറും 15 വയസ്സുള്ള പയ്യനാണ്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് റെക്കോർഡിങ് മദ്രാസിലാണ് നടത്തിയത്. അപ്പോൾ വാചാലം എന്നുള്ള പാട്ടുണ്ടായിരുന്നു.